രേഖാ ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം രാംലീല മൈതാനിലെ ചടങ്ങിൽ മുഖ്യമന്ത്രിയായ രേഖാ ഗുപ്തയും മന്ത്രിമാരായി 6 പേരും സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. രാംലീല മൈതാനിയിൽ നിന്നും ബൽറാം നെടുങ്ങാട് ചെയ്യുന്നുണ്ട്. ബൽറാം, ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമല്ലേ? ഹഷ്മി, ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർണ്ണമാണ്. അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കും. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ അടക്കമുള്ള ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികൾ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയം മുമ്പാണ്, അരമണിക്കൂർ മുമ്പാണ് രേഖാ ഗുപ്ത, പർവേഷ് വർമ്മ അടക്കമുള്ള ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നത്. വലിയ ആഘോഷ പരിപാടിയായി തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസമായി രാംലീല മൈതാനിയിൽ ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ അധികാരം ലഭിക്കുന്നു. അത് ഒരു വനിതാ മുഖ്യമന്ത്രി തന്നെ വീണ്ടും അധികാരം ഏൽക്കുന്നു. ഈ ഒരു ചടങ്ങിനെ വലിയ ആഘോഷമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് BJP. അതുകൊണ്ട് തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മുഴുവനായും ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരു ആസൂത്രണമാണ് നടത്തിയിരുന്നത്. എന്നാൽ ബജറ്റ് സമ്മേളനത്തെ തുടർന്ന് 4 മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നില്ല. മറ്റ് എല്ലാ BJP NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും ചടങ്ങിന് എത്തുന്നുണ്ട്. ഇതുകൂടാതെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികൾ അടക്കമുള്ളവർ ചടങ്ങിന് പങ്കാളിത്തം ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാണ് BJP അറിയിച്ചിരിക്കുന്നത്. 30,000-ഓളം പേരാണ് ഈ ചടങ്ങിൽ കാണുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നത്. രാംലീല മൈതാനിയിൽ ഡൽഹിയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ പങ്കാളിത്തം ഈ ചടങ്ങിന് ഉണ്ടാകുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് BJP നേതൃത്വം അറിയിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, രാംലീല മൈതാനം ഏതാണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത്രത്തോളം വലിയ ജനപങ്കാളിത്തം ഈ ചടങ്ങിൽ ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ വനിതകൾ തന്നെയാണ് ഈ ചടങ്ങ് വീക്ഷിക്കാനായി എത്തിയ ആളുകളിൽ ബഹുഭൂരിപക്ഷവും. ഒരു വനിതാ മുഖ്യമന്ത്രി ചുമതലയേൽക്കുന്നു. കൂടാതെ മഹിളാ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വലിയ ആഘോഷമായി തന്നെയാണ് വനിതകൾ പ്രത്യേക തലപ്പാവുകളും അണിഞ്ഞ് ബാൻഡ് മേളവുമായി വനിതകളുടെ വലിയ സംഘങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള മഹിളാ മോർച്ചയുടെ ഭാരവാഹികളുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ രാംലീല മൈതാനയിലേക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ചടങ്ങ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ MP-യായ സ്വാതി മാലിവാളും ഈ ചടങ്ങിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. വേദിയിലെത്തി രേഖാ ഗുപ്തയെ അഭിനന്ദനം അറിയിച്ചിരിക്കുന്നു സ്വാതി മാലിവാൾ. ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള വ്യക്തികളുടെ പങ്കാളിത്തം ഈ വേദിയിൽ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് എന്നാണ് BJP അറിയിച്ചിരിക്കുന്നത്. 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ അധികാരം പിടിക്കുമ്പോൾ അത് വലിയ ഭൂരിപക്ഷത്തിൽ 48 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ അധികാരം നേടിയ BJP ചടങ്ങ് വലിയ ആഘോഷമാക്കി മാറ്റുക എന്നുള്ള തീരുമാനത്തിലാണ്. ഒപ്പം തന്നെ ഇന്ന് തന്നെ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടവ നടപ്പാക്കാൻ ഉള്ള ഒരു തീരുമാനവും BJP കൈക്കൊണ്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നിയുക്ത മുഖ്യമന്ത്രി രേഖാ ഗുപ്ത BJPയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ സ്ത്രീകൾക്ക് 2,500 രൂപ വീതം നൽകും എന്ന പ്രഖ്യാപനം, അത് മാർച്ച് 8-ന് വനിതാ ദിനത്തിൽ തന്നെ മുമ്പായി തന്നെ ആ പണം അക്കൗണ്ടുകളിലേക്ക് എത്തും എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. സമാനമായി യമുന ശുദ്ധീകരണം അടക്കമുള്ള BJPയുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ആദ്യ ദിവസം തന്നെ കൈക്കൊള്ളുക എന്ന ഒരു തീരുമാനം BJPക്ക് ഉണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം തന്നെ ഇക്കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാവും, പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. കൂടാതെ ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള CAG റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് പ്രചരണ വേളയിൽ. ആ റിപ്പോർട്ട് ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കും എന്ന പ്രഖ്യാപനവും BJP നേതാക്കൾ നടത്തിയിരിക്കുന്നു. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വേദിയും സദസ്സും ഏതാണ്ട് നിറഞ്ഞിരിക്കുന്നു. പ്രധാന നേതാക്കൾ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ അടക്കമുള്ളവർ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. 10,000-കണക്കിന് ആളുകൾ ഈ ചടങ്ങ് വീക്ഷിക്കുന്നതിനായി BJPയുടെ പതാകകളും കൂടാതെ വർണ്ണ ബലൂണുകളും മറ്റുമായി ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്.
ചന്ദ്രബാബു നായിഡു, കൂടാതെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ള നേതാക്കൾ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ചടങ്ങ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഔപചാരികമായ ചടങ്ങുകൾ ഒപ്പം തന്നെ ആഘോഷ പരിപാടികളും ഈ വേദിയിൽ വെച്ച് തന്നെ നടക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം വലിയൊരു സംഗീത പരിപാടി ഈ വേദിയിൽ സംഘടിപ്പിക്കുമെന്ന് BJP നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഭരണം ലഭിക്കുമ്പോൾ അത് ഒരു വലിയ ുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് BJP. അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിരിക്കുന്നു. പ്രധാന നേതാക്കൾ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ അടക്കമുള്ളവർ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫഡ്നാവിസ് അടക്കമുള്ള നേതാക്കൾ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ എന്നിവർ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. രേഖാ ഗുപ്ത ഈ എല്ലാ നേതാക്കളെയും വണങ്ങി സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കും. മറ്റ് ഒരുക്കങ്ങൾ എല്ലാം തന്നെ ഈ വേദിയിൽ പൂർത്തിയായിരിക്കുകയാണ്. ഔപചാരികമായ ചടങ്ങുകൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആരംഭിക്കും. ബൽറാം നെടുങ്ങാടിയാണ് രാംലീല മൈതാനിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അല്പസമയത്തിനകം അധികാരമേൽക്കാൻ പോകുന്നു. രേഖാ ഗുപ്ത അടക്കം വേദിയിലേക്ക് ഇട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിന് എത്തിച്ചേരാനുണ്ട്. അമിത്ഷാ എത്തിയിട്ടുണ്ട്, രാജ്നാഥ് സിംഗ് എത്തിയിട്ടുണ്ട്, ചന്ദ്രബാബു നായിഡു എത്തിയിട്ടുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ, ദേവേന്ദ്ര ഫഡ്നാവിസ്, ഏക്നാഥ് ഷിൻഡെ അടക്കമുള്ള നേതാക്കളെയൊക്കെ ആ വേദിയിൽ കാണാം. 6 പേരാണ് ഇന്നിപ്പോൾ അധികാരമേൽക്കുക. അത് പർവേസ് വർമ്മ, ആശിഷ് സൂദ്, മജീന്ദർ സിംഗ് സിർസ, രവീന്ദ്ര ഇന്ദ്രജ് സിംഗ്, കപിൽ മിശ്ര, പങ്കജ് കുമാർ സിംഗ് എന്നിവരാകും ഇന്ന് മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ചെയ്യുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ അടക്കം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും, മന്ത്രിമാരും, മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരൊക്കെ ആ വേദിയിൽ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ രേഖാ ഗുപ്ത അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. എല്ലാവരെയും വണങ്ങിക്കൊണ്ട് രേഖാ ഗുപ്ത അല്പസമയത്തിനകം ഡൽഹിയുടെ 4ാമത് വനിതാ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കാൻ പോകുന്നുണ്ട്. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത. നേരത്തെ സുഷമ സ്വരാജ് ഉണ്ട്, ഷീല ദീക്ഷിത്തുണ്ട്, അതിഷിയുണ്ട്. അതിനുശേഷം 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത വരുന്നു. BJPയുടെ നിലവിൽ സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. അധികാരമേൽക്കുന്നതോടുകൂടി അല്പസമയത്തിനകം തന്നെ സത്യവാചകം ചൊല്ലിക്കൊടുക്കും രേഖാ ഗുപ്തയ്ക്ക് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിനെ അവിടെ തട്ടകത്തിൽ വീഴ്ത്തിയത് പർവേഷ് വർമ്മയാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി അയക്കും എന്നൊക്കെയുള്ള വളരെ സജീവമായ ചർച്ചകൾ കേട്ടതാണ്. രേഖാ ഗുപ്തയുടെ പേര് ആദ്യഘട്ടത്തിൽ അങ്ങനെ കേട്ടിരുന്നതല്ല. വളരെ പെട്ടെന്നാണ് BJPയുടെ ഉന്നതതല യോഗം രേഖാ ഗുപ്തയുടെ പേരിലേക്ക് എത്തിയത്. അത് വനിതാ പ്രാതിനിധ്യം അടക്കമുള്ള മുൻകൈയിലെടുത്താണ്, അല്ലെങ്കിൽ കണക്കിലെടുത്താണ് രേഖാ ഗുപ്തയ്ക്ക് അവിടെ നറുക്ക് വീഴുന്നത്. BJPയുടെ അങ്ങനെ വരുമ്പോൾ BJPയുടെ രാജ്യത്തെ ഏക വനിതാ മുഖ്യമന്ത്രി എന്ന പദവിയിലേക്ക് ഉയരാൻ പോകുന്നു രേഖാ ഗുപ്ത അല്പസമയത്തിനകം. ഡൽഹിയുടെ ചരിത്രത്തിലെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയുമാണ് രേഖാ ഗുപ്ത. BJP മഹിളാ മോർച്ച ദേശീയ ഉപാധ്യക്ഷയാണ്. BJP ദേശീയ നിർവാഹക സമിതി അംഗമാണ്. ഷാലിമാർ മണ്ഡലത്തിൽ നിന്നുള്ള MLAയുമാണ് രേഖാ ഗുപ്ത. അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ അധികാരമേൽക്കാൻ പോകുന്നു. ബോളിവുഡ് നടന്മാരടക്കം സെലിബ്രിറ്റികൾ, ആത്മീയ ആചാര്യന്മാരൊക്കെ ചടങ്ങിലേക്ക് ക്ഷണം ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ചടങ്ങിലേക്ക് എത്തിച്ചേരും. എന്തായാലും 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ അധികാരത്തിലേക്ക് എത്തുന്ന, കേന്ദ്രം ഭരിക്കുമ്പോഴും അധികാരത്തിൽ പിടിതരാത്ത രാജ്യതലസ്ഥാനം എന്ന പേരുദോഷം മാറ്റി 27 വർഷത്തിന് ശേഷം BJP അധികാരത്തിലേക്ക് എത്തുന്ന ഡൽഹി, അത് അവരുടെ പരമാവധി ആഘോഷമാക്കുന്നു BJP. അപ്പോൾ രാംലീല മൈതാനി നിറഞ്ഞു കവിഞ്ഞ് BJP പ്രവർത്തകരെ കാണുകയും ചെയ്യാം. ബൽറാം നെടുങ്ങാടി തുടരുന്നു. ബൽറാം, ഒട്ടുമിക്ക VVIPകളൊക്കെ എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരാണ് ഇനി എത്തിച്ചേരാനുള്ളത്. എത്ര മണിയോടുകൂടി സത്യവാചകം ചൊല്ലിക്കൊടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്? ഹാഷ്മി, നിലവിൽ പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ എത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി അടക്കമുള്ള മറ്റ് എത്തിച്ചേരാനുള്ളവർ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ എത്തിച്ചേരും എന്നാണ് നിലവിൽ നേതൃത്വം അറിയിക്കുന്നത്. ഉടൻ തന്നെ ചടങ്ങ് ആരംഭിക്കും. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഔപചാരികമായ സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിക്കും. മറ്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാനുള്ള രേഖാ ഗുപ്ത, മുഖ്യമന്ത്രി അടക്കമുള്ള മറ്റ് നേതാക്കൾ എല്ലാവരും തന്നെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി രേഖാ ഗുപ്തയെ കൂടാതെ മറ്റ് 6 പേർ കൂടിയാണ് സത്യപ്രതിജ്ഞ ചൊല്ലുന്നത്. ഉപമുഖ്യമന്ത്രി ആയ പർവേഷ് സാഹിബ് സിംഗ് വർമ്മ, ആശിഷ് സൂദ്, മഞ്ജീന്ദർ സിംഗ് സിർസ, രവീന്ദർ ഇന്ദ്രജ് സിംഗ്, കപിൽ മിശ്ര, പങ്കജ് കുമാർ സിംഗ് എന്നീ 6 പേരാണ് മുഖ്യമന്ത്രിയെ കൂടാതെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എല്ലാവരും തന്നെ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നേരത്തെ തന്നെ രേഖാ ഗുപ്ത, പർവേഷ് വർമ്മ അടക്കമുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്.
ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തുന്നതിന് മുമ്പായി ക്ഷേത്ര ദർശനം ഒപ്പം തന്നെ പ്രധാന നേതാക്കളെയും കണ്ടാണ് ഇന്ന് സത്യപ്രതിജ്ഞ 7 പേരും വേദിയിലേക്ക് എത്തിച്ചേർന്നത്. പ്രധാന നേതാക്കൾ വിവിധ സംസ്ഥാനങ്ങളിലെ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ അടക്കമുള്ള വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമുണ്ട്. ചന്ദ്രബാബു നായിഡു എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് ദേവേന്ദ്ര ഫഡ്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ വിജേന്ദർ സച്ദേവ ഇപ്പോൾ സംസാരിക്കുകയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അല്പസമയത്തിനകം സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു. ഡൽഹി നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വന്ന ശേഷം 12 ദിവസങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കപ്പെട്ടത്. പർവേസ് വർമ്മയുടെ പേര് സജീവമായി കേട്ടെങ്കിൽ പിന്നീട് അത് രേഖ ഗുപ്തയിലേക്ക് മാറുകയായിരുന്നു. ഇന്നലെയാണ് പാർട്ടിയുടെ നിയമസഭാ കക്ഷിയോഗം ചേരുകയും രേഖയെ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുകയും അതിനുശേഷം ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തത്. വലിയ ചടങ്ങ് അവിടെ തുടങ്ങാൻ പോകുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങ് അല്പസമയത്തിനകം.